സായാഞ്ജലി ഭാഗം 1. മോനെ, ഇന്ന് വൈകുന്നേരം പൂജയ്ക്കുള്ള പൂക്കൾ നീ വാങ്ങിയിട്ട് വരില്ലേ? അതോ ലക്ഷ്മി പറഞ്ഞയക്കണോ? കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സായിയോട് അമ്മ സുമലത വന്ന് ചോദിച്ചു. വേണ്ടമ്മേ, ഞാൻ വൈകുന്നേരം വരുമ്പോൾ വാങ്ങിയിട്ട് വരാം. പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടെങ്കിൽ അമ്മ ഫോണിൽ വിളിച്ചാൽ മതി. ശരി മോനെ. 8 മണിയായല്ലോ, നിനക്ക് പോകാൻ സമയമായില്ലേ? അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോളൂ, ഞാൻ എന്താ ഇപ്പൊ വരാം. സുമലത സായിക്കുള്ള ഭക്ഷണം എടുത്തു വെക്കാനായി അടുക്കളയിലേക്ക് പോയി. ലക്ഷ്മി, ഡൈനിങ് ടേബിൾ തുടച്ചോ? സായി ഭക്ഷണം കഴിക്കാൻ വരെ സമയമായി. സുമലത ചോദിച്ചു. തുടച്ചു വെച്ചിട്ടുണ്ട് കൊച്ചമ്മേ, ലക്ഷ്മി പാത്രങ്ങൾ കഴുകുന്നിടയിൽ പറഞ്ഞു. സുമലത വേഗം ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ടേബിളിൽ കൊണ്ടുവച്ചു. സായി കഴിക്കാൻ വന്നതും അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ എന്താ പണി? ഓർക്കിഡ് എന്തോ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞ് അതിന്റെ ചുവട്ടി നിൽപ്പുണ്ട്, സുമലത പറഞ്ഞു. അപ്പൊ ഉറപ്പിക്കാം, വൈദ്യം ചെയ്ത് ഇന്ന് തന്നെ ആ ഓർക്കിഡിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും, സായി ഒരു ചിരിയോടെ പറഞ്ഞു. അച്ഛൻ കേൾക്കണ്ട, എന്നാ ഇപ്പൊ തുടങ്ങും പണ്ടെങ്ങോ ഓർക്കിഡ് വളർത്തലിന് ഏതോ ഒരു കൃഷി ഓഫീസർ അഭിനന്ദിച്ച കാര്യം പറഞ്ഞുകൊണ്ട്. പിന്നെ ഇന്ന് മുഴുവൻ ഞാൻ ആ പുരാണവും കേട്ടോണ്ടിരിക്കേണ്ടി വരും. അമ്മ പറഞ്ഞത് കേട്ട് സായി ചിരിച്ചു. ഞാൻ അച്ഛമ്മയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സായി പൂജാമുറിയിലേക്ക് പോയി. ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛമ്മയുടെ അരികിൽ പതിയെ ചെന്നിരുന്ന് സായി അച്ഛമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. എന്റെ കൃഷ്ണൻ എത്തിയോ എന്ന് പറഞ്ഞ് അച്ഛമ്മ ഭഗവാന്റെ മുന്നിൽ തളികയിൽ നിന്നും തലേ ദിവസം സായി ഏൽപ്പിച്ച 101 രൂപ എടുത്ത് 2 കണ്ണിലും വെച്ച് പ്രാർത്ഥിച്ച ശേഷം സായിയുടെ കയ്യിൽ കൊടുത്തിട്ട്, എന്റെ മോന്റെ ജീവിതം മുഴുവൻ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ, അച്ഛമ്മ പറഞ്ഞു. അച്ഛമ്മ കൊടുത്ത പണം 2 കൈകൊണ്ടും വാങ്ങിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സായി ആ പണം പേഴ്സിൽ വെച്ചു. അച്ഛമ്മേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വായോ. സായി അച്ഛമ്മയെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. മുരളി എവിടെ സുമേ? അങ്ങേരാ ഓർക്കിഡ് ചെടികളുടെ അടുത്താണ്, സുമലത പറഞ്ഞു. അവൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ ഓർക്കിഡിനെ ഉണക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കി ഒന്നും ഇല്ലാണ്ടായി. എന്തെല്ലാം തരം ചെടികൾ ഉണ്ടായിരുന്നു, അച്ഛമ്മ പറഞ്ഞത് കേട്ട് സായിയും സുമലതയും ചിരിച്ചു. അച്ഛൻ ഉണക്കിക്കളയുന്നതല്ല അച്ഛമ്മേ, അച്ഛൻ ഓരോ പരീക്ഷണം ചെയ്യും, അതെല്ലാം ഫെയിലായി പോകും. അത് തന്നെ, അവന്റെ പരീക്ഷണം ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? നല്ല ഓർക്കിഡ് ചെടികൾ വാങ്ങിയിട്ട് വരിക, അതിൽ അവന്റെ പരീക്ഷണം നടത്തി അതിനുണക്കി കളയുക, അവന്റെ ഓരോ കാര്യം എന്ന് പറഞ്ഞ്. മോനെ, ഇന്ന് പൂജയ്ക്ക് നീ നേരത്തെ എത്തില്ലേ? അച്ഛമ്മ ചോദിച്ചു. എത്തും അച്ഛമ്മേ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും വാങ്ങിക്കാനുണ്ടോ? സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ സുമേ? അച്ഛമ്മ ചോദിച്ചു. എല്ലാം വാങ്ങിയിട്ടുണ്ടമ്മേ, പൂക്കൾ മാത്രമേ ഇനി വാങ്ങാനുള്ളൂ, അത് സായി വരുമ്പോൾ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു. സായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും, അമ്മേ അച്ഛമ്മേ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സായി ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങി. പുറത്ത് അച്ഛൻ്റെ ഓർക്കിഡ് ഗാർഡനിലേക്ക് നോക്കി, അച്ഛാ ഞാൻ ഇറങ്ങുവാ എന്ന് പറഞ്ഞ് സായി കാറിൽ കയറി ഷോപ്പിലേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ തന്നെ സായി ഓഫീസിലെത്തി. സായിയെ കണ്ടതും ഗുഡ് മോർണിംഗ് സർ, സ്റ്റാഫുകളെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. സായി തന്റെ ഓഫീസ് മുറിയിലേക്ക് ഇരുന്നു. ആനന്ദ് എന്ന സ്റ്റാഫിനെ സായി അകത്തേക്ക് വിളിച്ചു. സൗദിയിലേക്കുള്ള 25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഇന്ന് തന്നെ അയക്കാൻ പറ്റില്ലേ? സായി ചോദിച്ചു. അതെല്ലാം ക്ലിയർ ആണ് സർ, മനോജ് അത് അയക്കുന്ന വർക്കിലാണ്. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 ലക്ഷം സ്റ്റോക്ക് കൂടുതൽ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ റീസൺ. ഈ ഒരു സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടേ? ടൂറ് വേണോ അതോ പാർട്ടി വേണോ എന്ന് നിങ്ങളെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചോളൂ. പിന്നെ ഈ മാസം ഒരുപാട് ഹോളിഡേയ്സ് വരുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തോളൂ. താങ്ക് യു സർ, സായി പറഞ്ഞ കാര്യം ആനന്ദ് സ്റ്റാഫുകളോട് പറഞ്ഞു. സായിയുടെ വീട്ടിൽ ഉച്ചയോടെ ബന്ധുക്കൾ എല്ലാവരും എത്തിത്തുടങ്ങി. അച്ഛമ്മയുടെ നിർദ്ദേശത്തിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം സുമലതയും മുരളിയും അവരുടെ ബന്ധുക്കളും ചെയ്തു. 4 മണിയായപ്പോൾ കാര്യങ്ങളെല്ലാം ആനന്ദിനെ ഏൽപ്പിച്ച് സായി വീട്ടിലേക്ക് പോകാനിറങ്ങി. പൂജയ്ക്കുള്ള പൂക്കൾ വാങ്ങാനായി സായി ചന്തയിലെത്തി. കാർ ഒരു സൈഡിൽ നിർത്തി സായി പൂ മാർക്കറ്റിനുള്ളിലേക്ക് നടന്നു. ഇരുവശങ്ങളിലും പൂക്കച്ചവടക്കാർ നിരന്നിരിക്കുന്നുണ്ട്. അവിടമാകെ മനം മയിപ്പിക്കുന്ന പലതരത്തിലുള്ള പൂക്കളുടെ സുഗന്ധം. ഒരു കടയിൽ പ്രത്യേക രീതിയിൽ പൂക്കൾ അടുക്കി വെച്ചിരിക്കുന്നതിലേക്ക് സായിയുടെ ശ്രദ്ധ പോയി. പൂമാലകളും വളരെ മനോഹരമായി കെട്ടിയിരിക്കുന്നു. സായി ആ കടയിലേക്ക് ചെന്നു. തിരിഞ്ഞു നിന്ന് പൂക്കൾ തരംതിരിക്കുന്ന പെൺകുട്ടിയോട് ഹലോ. അത് കേട്ടതും ആ പെൺകുട്ടി മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ പിന്നിലേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞ് സായിയെ നോക്കി. ചുവന്ന ധാവണി, വലിയ ജുംക്ക കമ്മൽ, നെറ്റിയിലെ ചന്ദനക്കുറി,
ഒരു ദേവതയെ പോലെ അവളെ സായി ആശ്ചര്യത്തോടെ നോക്കി. അവളുടെ അഴകിൽ സായി പരിസരം മറന്നിന്ന് അവളെ തന്നെ നോക്കി. ഹലോ, പൂക്കൾ വേണ്ടേ? കിളിക്കൊഞ്ചൽ പോലെയുള്ള അവളുടെ ശബ്ദം അവന്റെ കാതിൽ പതിച്ചതും വെപ്രാളത്തോടെ ഹാ സായി വേണം എന്നർത്ഥത്തിൽ തലയാട്ടി. ഏതു പൂവ വേണ്ടത്? അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സായി നോക്കിക്കൊണ്ട് മുല്ലപ്പൂ. എത്ര വേണം? ഇത് മുഴുവൻ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു ഉണ്ടപ്പൂ മുഴുവൻ എടുത്ത് അവളുടെ നേരെ നീട്ടി. ഇത് 20 മുഴം ഉണ്ടാകും, എടുക്കട്ടെ? സായി തലയാട്ടി. ഈ കദംബത്തിന്റെ മാല കൂടി, സായി പറഞ്ഞു. അവൾ പൂക്കൾ എടുത്ത് വാഴയിലിൽ പൊതിഞ്ഞു. കവറിലിടണോ? അവൾ സായിയോട് ചോദിച്ചു. ഹേ വേണ്ട, ഇങ്ങനെ മതി. അവളുടെ സംസാരത്തിനൊപ്പം അവളുടെ കമ്മലുകൾ ആടുന്നത് അവൻ ശ്രദ്ധിച്ചു. 6000 രൂപ. അവൾ പൂക്കൾ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ സൗന്ദര്യം സായിയെ അത്ഭുതപ്പെടുത്തി. അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവളുടെ കയ്യിൽ നിന്നും ആ പൂക്കൾ സായി വാങ്ങിച്ചു. പോക്കറ്റിൽ നിന്നും 6000 രൂപ എടുത്ത് അവൾക്ക് കൊടുത്തു. സായി അവളെ നോക്കി ചിരിച്ചു. അവന്റെ ചിരി അത്ര ശരിയായി അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ മടിയോടെ ചിരിച്ചു. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് പൂക്കൾ തരംതിരിക്കാൻ തുടങ്ങി. ആദ്യ കാഴ്ചയിൽ തന്നെ സായിയുടെ മനസ്സിൽ എന്തോ ഒരിഷ്ടം അവളോട് തോന്നി. അവന്റെ മനസ്സിൽ പൂക്കൾ വാങ്ങി തിരിച്ചു പോകുമ്പോൾ പുഞ്ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞു. നടന്നു പോകുന്നിടയിൽ സായി വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളും അവനെ നോക്കുന്നുണ്ടായിരുന്നു. സായി നോക്കിയതും അവൾ പൂക്കളിലേക്ക് നോട്ടം മാറ്റി. സായി കാറിലേക്ക് കയറി പൂക്കൾ തൊട്ടടുത്ത സീറ്റിൽ വെച്ചു. ആ പൂക്കളിലേക്ക് തന്നെ അവൻ നോക്കി. സായിയുടെ മനസ്സ് മുഴുവൻ അവളായിരുന്നു. ആരാണവൾ? അവൻ ചിന്തിച്ചു. ആ പൂക്കളുമായി സായി വീടെത്തി. യാത്രയിൽ മുഴുവൻ അവൻ അവളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അവന്റെ മനസ്സിൽ നിന്നും അവളുടെ രൂപം പോയില്ല. സായി വീടെത്തിയതും കസിൻസ് എല്ലാവരും സായിയെ കണ്ട സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. സായിയുടെ സുഖമല്ലേ? അതിലൊരു പെൺകുട്ടി ചോദിച്ചു. സായിയും അവരെ എല്ലാവരെയും കണ്ട സന്തോഷത്തിലായിരുന്നു. സുഖമായിരിക്കുന്നു അനു. നിങ്ങൾ എല്ലാവരും നേരത്തെ എത്തിയോ? അക്ഷയ്, നീ വരുന്ന വിവരം ഒന്നും പറഞ്ഞതേയില്ല. സായി ആവേശത്തോടെ ചോദിച്ചു. ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, അക്ഷയ് പറഞ്ഞു. നിങ്ങളൊക്കെ ഇരിക്കൂ, ഞാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ഈ പൂക്കൾ അച്ഛമ്മയെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് കയ്യിലെ പൂക്കൾ അനുവിനെ ഏൽപ്പിച്ച് സായി വീടിനകത്തേക്ക് പോയി. കുടുംബക്കാരെ കണ്ടതും സായി എല്ലാവരോടും വിശേഷം ചോദിച്ചു. അങ്കിൾ സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷം? സായി ചോദിച്ചു. സുഖമായിരിക്കുന്നു മോനെ, നിന്റെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. കഴിഞ്ഞ മാസം സക്സസ് മാഗസിനിലെ മോന്റെ പിക്ചേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല, കുമാർ അങ്കിൾ പറഞ്ഞു. ഓ താങ്ക് യു അങ്കിൾ, ഒരു ചിരിയോടെ സായി പറഞ്ഞു. അത് പിന്നെ എല്ലാം എന്റെ സെലക്ഷനാണ്, നന്നാവാതെ ഇരിക്കുവോ? അവന്റെ ഡ്രസ്സിംഗ് സെലക്ഷൻ മുഴുവൻ ഞാനല്ലേ? സായിയുടെ അച്ഛൻ മുരളി പറഞ്ഞു. അച്ഛാ, സായി പരിഹാസ രൂപേണ വിളിച്ചു. മോനെ, ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്യട്ടെ, നീ തിരുത്തി എന്നെ നാറ്റിക്കല്ലേ? മുരളി സായിയുടെ ചെവിയിൽ പറഞ്ഞു. അച്ഛ, തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? അച്ഛൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്ന കാര്യം തന്നെ അറിയോ? സായി അച്ഛനോട് രഹസ്യമായി ചോദിച്ചു. എന്താ അച്ഛനും മോനും കൂടി ഒരു സ്വകാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ബിന്ദു കുറച്ച് ഉണ്ണിയപ്പവുമായി അവിടേക്ക് വന്നു. അത് പിന്നെ ബിന്ദു, ഇവന്റെ അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ തന്നെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണമെന്ന് ഇവൻ പറയുന്നത്, മുരളി പറഞ്ഞു. മോനെ, ഈ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കിക്കേ, ആന്റി ഉണ്ടാക്കിയതാ, ബിന്ദു പറഞ്ഞു. അതിലൊരെണ്ണം എടുത്ത് കഴിച്ചതും ആന്റിയുടെ ഉണ്ണിയപ്പത്തെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ, ആസ് യൂഷ്വൽ. വാവ്, സായി പറഞ്ഞു. മോനെ, ഇതാ കോഫി എന്ന് പറഞ്ഞ് സുമലത സായിയുടെ അടുത്തേക്ക് കോഫിയുമായി വന്നു. അമ്മയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി ഒരു കവിൾ കുടിച്ചതും ആ അമ്മ ഗോപുങ്ങൾ എത്തിയില്ലേ? സായി ചോദിച്ചു. ഇല്ല, ഞാൻ വിളിച്ചപ്പോൾ ട്രെയിൻ വൈകി എത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു, സുമലത പറഞ്ഞു. അച്ഛമ്മ എവിടെ അമ്മ? അച്ഛമ്മയും സീതമേമ്മയും കൂടി പായസം ഉണ്ടാക്കുക. ഇന്ന് എന്ത് പായസമാണ്? സായി ചോദിച്ചു. പരിപ്പ് പ്രഥമൻ. ആഹാ, മഹിക്ക് ഇഷ്ടമുള്ള പായസമാണല്ലോ. അവൾക്ക് ഇന്ന് നോക്കി എക്സാം വന്ന് കഷ്ടമായിപ്പോയി. അമ്മ കുറച്ച് പായസം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണേ, പറ്റിയ നമുക്ക് എല്ലാവർക്കും കൂടി നാളെ അവളുടെ കോളേജിലേക്ക് പോകാം, സായി അമ്മയോട് പറഞ്ഞു. അതൊക്കെ എടുത്തു വെക്കാം, നീ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വായോ, ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ, സുമലത പറഞ്ഞു. സായി മുറിയിലേക്ക് പോയി ബെഡിലിരുന്നു. ഫോൺ എടുത്തു. ഇവിടെ എല്ലാവരും എത്തി. ഐ റിയലി മിസ് യുവർ പ്രസൻസ് എന്ന് മഹിമയ്ക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. സായി കുളിക്കാൻ പോയി.